ആദ്യം ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ഉത്തരാഖണ്ഡിൽ പൊതുവ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ബി.ജെ.പി. ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും UCC നടപ്പിലാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ബി.ജെ.പി. അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതാത് സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുമൊക്കെ ഞങ്ങൾ അതിനുള്ള പാതയിലാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാജ്യവ്യാപകമായി നടപ്പാക്കുവാൻ ഇപ്പോഴും സാധ്യമല്ലാത്ത ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? ഇല്ല, രാജ്യവ്യാപകമായി നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണത്. ആ ഭരണഘടനാ ഭേദഗതിയിലേക്ക് തന്നെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് ബി.ജെ.പിയുടെ ഒരു പ്രഖ്യാപിത നയമാണ്, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. അങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും എല്ലാം ഓരോന്നോരോന്നായി ബി.ജെ.പി. നടപ്പാക്കിയിട്ടുണ്ട്, ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, GST ഇവിടെ നടപ്പാക്കി. GST നടപ്പാക്കുന്ന സമയത്ത് ബി.ജെ.പിക്ക് ആവശ്യത്തിന് അംഗബലം ഉണ്ടായിരുന്നു, ഭരണഘടനാ ഭേദഗതിയായിരുന്നു. കോൺഗ്രസ് ആദ്യം ഉടക്കി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കി. അതേപോലെ ആർട്ടിക്കിൾ 370 നടപ്പാക്കി. 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ ബി.ജെ.പിക്ക് രാജ്യസഭയിൽ? ബി.ജെ.പിക്ക് ആവശ്യത്തിന് ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പാക്കി. അങ്ങനെ ഓരോന്നോരോന്നായി അംഗബലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു ഫാക്റ്റാണ് അത്. പക്ഷേ അത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു കരുത്തും കഴിവും ബി.ജെ.പി. പലവട്ടം തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ഇക്കാര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ അത് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തൽക്കാലം ഒതുങ്ങി നിൽക്കുകയുള്ളൂ. പക്ഷേ ഉത്തരാഖണ്ഡിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും ഏകീകൃത സിവിൽ കോഡിന്റെ പാതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് പോയിട്ടില്ലല്ലോ, നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത്. ഉത്തർപ്രദേശ് നടപ്പിലാക്കിയേക്കാം അടുത്തതായിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഒരു മടിയുണ്ടോ ഇക്കാര്യത്തിൽ? മടിയുടെ പ്രശ്നം കാര്യം ഇത് വളരെ ക്ലിയർ ആയിട്ടാണല്ലോ, ഇത് ഹിഡൻ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ബി.ജെ.പിയുടെ ഓപ്പൺ ആയിട്ടുള്ള അജണ്ടയാണല്ലോ അത്. വളരെ കൃത്യമാണല്ലോ സംഭവം, എത്രയോ കാലമായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അവിടെ മടിയുടെയും കാര്യങ്ങളും ഒന്നും. പക്ഷെ 2024 ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാത്തതും ആ 400 എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താത്തതുമൊക്കെ പൊതുവെ UCC ആ സമയത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നുവല്ലോ. ഓരോ ഇലക്ഷൻ സമയത്തുമാണല്ലോ UCC വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. പിന്നെ അതിൽ തടുക്കുന്നു. ഉത്തരാഖണ്ഡ് നടപ്പിലാക്കുമ്പോഴേക്കും അത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. അവിടെ ഇപ്പോൾ അമിത്ഷായുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം ഇക്കാര്യത്തിലുണ്ട്. ബി.ജെ.പി. നടപ്പിലാക്കാൻ പോകുന്നത് മതേതര സിവിൽ കോഡാണ്, വർഗീയ സിവിൽ കോഡ് അല്ല എന്ന്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അതായത് ഒരു തരത്തിലുള്ള മതപരമായ വേർതിരിവുമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും, എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, ഒറ്റ നിയമം. ഇതാണത്. വളരെ ലളിതമാണത്. എന്താ അതിൻ്റെ അകത്ത് ഇത്ര പ്രശ്നം? അതിൻ്റെ അകത്ത് ഇന്നയാൾക്ക് ഇന്ന മതത്തിൽപ്പെട്ടയാൾക്ക് ഇന്ന നിയമം, ഇന്ന മതത്തിൽപ്പെട്ടയാൾക്ക് ഇന്ന നിയമം, അങ്ങനെയൊന്നുമില്ല. അതാണ് വർഗീയത എന്ന് പറയുന്നത്. അതാണ് ശരിക്കും വർഗീയ ചേരിതിരിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആണത്. എന്താ അതിൻ്റെ അകത്ത് ഇത്ര സംശയം?